സാറ്റ് SH400 എന്നൊരു സാറ്റലൈറ്റ് ടി വി മീറ്റർ ടെക്നിക്കൽ സർക്യൂട്ട്സ് യൂട്യൂബ് ചാനലിൽ നേരത്തെ ഒരു റിവ്യൂ ചെയ്തിരുന്നു. അതിനുശേഷം വന്നൊരു മോഡലാണ് സാറ്റ് SH800. ഒരു ഹൈ എൻഡ് മോഡലാണ് ഈ ഒരു ടി വി മീറ്റർ. യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ സാറ്റ് SH400 റിവ്യൂ ഇട്ടത് ടെക്നിക്കൽ സർക്യൂട്ട്സ് യൂട്യൂബ് ചാനലായിരുന്നു. അതിനുശേഷം വന്നൊരു ഹൈ എൻഡ് മോഡലാണ് സാറ്റ് SH800. അതായത് SH400-നെക്കാട്ടിയും കുറച്ചുകൂടെ ഓപ്ഷൻസ് കൂടുതലാണ്, സ്പെക്ട്രം അങ്ങനെയുള്ള ഓപ്ഷൻസ് കൂടുതലാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ പ്രൈസും നല്ല ഡിഫറൻസ് ആണ്. അതായത് നമുക്ക് SH400 വരുന്നത് 7500 അത്രേ ഉള്ളൂ പ്രൈസ് വരുന്നത്. പക്ഷേ ഇതിന് വരുന്നത് ഒരു 12,000 ആണ് പ്രൈസ് വരുന്നത് സാറ്റ് SH800. നമുക്കെന്തായാലും ഇത് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് ഇതിലുള്ള ആക്സറീസ്, മീറ്റർ, അതൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു തെർമോക്കോൾ വെച്ചിട്ടൊക്കെ ഒരു പാക്കിങ്ങിലാണ്, നല്ല രീതിയിലൊരു പാക്കിങ്ങിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ടർ ബോക്സ് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്ത് വൃത്തികേടാക്കാതെ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ്, നല്ലൊരു ക്ലിയർ ആയിട്ടുള്ളൊരു നല്ലൊരു ബോക്സ് ആണ് ചെയ്തിരിക്കുന്നത്, ഔട്ടർ ബോക്സും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു മാനുവൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്ത് തന്നെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഒരു ബുക്ക്ലെറ്റ് പോലുള്ള ഒരു മാനുവലാണ് കമ്പനി ഇതിലൂടെ തന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ഈ സാറ്റ് എന്ന് പറഞ്ഞൊരു മോഡലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് കുറച്ച് ടഫായിരിക്കും ജസ്റ്റ് ഒന്ന് ഓപ്പറേഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ. അപ്പോൾ ഈ ഒരു മാനുവൽ ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. സാറ്റ് ടി വി മീറ്ററിനെ കുറിച്ച് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല ഈ ഒരു ടി വി മീറ്റർ, പുറത്തുനിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രൈസും ഇത്രയും ഹൈ വരുന്നത്. നമുക്കെന്തായാലും ഇതിൻ്റെ കൂടെ വരുന്ന ആക്സറീസ് ഒക്കെ ഒന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് ഒരു RCA 3.5 കേബിളാണ് വരുന്നത്. അതായത് ഒരു സൈഡ് RCA ജാക്കും ഒരു സൈഡ് 3.5 ജാക്കുമാണ് വരുന്നത്. ഈ ഒരു കേബിൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് AV ഇൻപുട്ട് ഓപ്ഷൻ ഉണ്ട്, AV ഔട്ട്പുട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേബിൾ കമ്പനി തരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ചാർജിങ് അഡാപ്റ്റർ നോക്കാം. ചാർജിങ് അഡാപ്റ്റർ 2 പോർഷൻ ആയിട്ടാണ് വരുന്നത്. അതായത് ഒരു പവർ കോഡ് വരുന്നുണ്ട് പ്രത്യേകം. അതുകൂടാതെ തന്നെ അതിൻ്റെ ലാപ്ടോപ്പിൻ്റെ പോലത്തെ തന്നെയൊക്കെ ഒരു സ്ക്വയർ ടൈപ്പ് ചാർജിങ് അഡാപ്റ്ററാണ് വരുന്നത്. സാധാരണ ടി വി മീറ്ററിനൊക്കെ വരുന്നത് ഒരു 12 വോൾട്ട് അഡാപ്റ്റർ 1.5 ആംസ് അഡാപ്റ്റർ ഒക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇത് 14 പവർ ഔട്ട്പുട്ടാണ് ഇത് തരുന്നത്. അത്രയും വേണം ഇതിൽ ചാർജ് ചെയ്യാൻ. കാരണം ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 11.1 വോൾട്ട് ആണ്. 2600 mAh ആണ് ബാറ്ററി വരുന്നത്, കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 14 വോൾട്ട് എബോവ് വേണം നമുക്ക് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ടി വി മീറ്റർ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ആക്സറീസ് ഒക്കെ മേക്ക് ചെയ്യുന്നതിൽ കമ്പനി നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു ആക്സറീസിൽ നിന്നൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നതാണത്. 14.5 വോൾട്ട് 1.5 ആംസ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഈ സ്പെക്ട്രം ഫംഗ്ഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. കാരണം നമുക്കത് സ്പെക്ട്രം ഓൺ ആക്കിയിട്ടിട്ട് സാറ്റലൈറ്റ് അലൈൻമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസ്പോണ്ടർ ഒന്നും ആഡ് ചെയ്യേണ്ട. അതായത് നമുക്ക് ആ ഒരു ഗെയിൻ കാണിച്ചു തരുമ്പോൾ, ഗ്രാഫ് കൂടുതൽ കാണിച്ചു തരുമ്പോൾ DPU കറക്റ്റ് കൂടുതൽ വരുന്നതനുസരിച്ചിട്ട് DPU കൂടുതൽ കാണിക്കും, അതായത് ഗ്രാഫ് കൂടുതൽ കാണിക്കും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സാറ്റലൈറ്റ് ലോക്ക് ചെയ്തെന്ന് മനസ്സിലായിട്ട് നമുക്ക് ഒരു ബ്ലൈൻഡ് സ്കാൻ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തായിട്ട് കമ്പനി ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്നത് ഒരു സ്ട്രാപ്പ് ബെൽറ്റ് തന്നിട്ടുണ്ട്. അത് ഇതൊരു ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ഇപ്പോൾ കഴുത്തിൽ തൂക്കിയിടണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന വേറൊരു മെത്തേഡ് ഉണ്ട്. അതായത് C-band ഡിഷ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ബാക്കിലത്തെ ആ നോബിൻ്റെ അവിടെയൊക്കെ ഇതുകൊണ്ട് ഹാങ് ചെയ്തിടാം, തൂക്കിയിടാം. അപ്പോൾ അങ്ങനെ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് അത് നോക്കിക്കൊണ്ട് മീറ്റർ നോക്കിക്കൊണ്ട് നമുക്ക് അലൈൻമെന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഐ കണക്ടർ തന്നിട്ടുണ്ട്. നമുക്ക് കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടി, LNBയുടെ കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ കണക്ടർ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ F ജോയിൻ്റർ എന്ന് പറയും. എന്തായാലും നമ്മൾ ആക്സറീസ് ഒക്കെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് മീറ്റർ ആണ് നോക്കാനുള്ളത്. സാധാരണ നമ്മുടെ സോളിന്റെ SF780 വരുന്ന പോലെയൊക്കെ തന്നെ ഒരു ഔട്ടർ കവർ വരുന്നുണ്ട്. അതായത് ഓറഞ്ച് കളറിലുള്ള ഒരു ഔട്ടർ കവർ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വരുന്നുണ്ട് ഇതിനോട് തന്നെ. അതൊരു നല്ലൊരു ഡിസൈൻ ആണ് ആ ഒരു ഔട്ടർ കവർ കൂടെ ഇതിനോട് വരുമ്പോൾ. അതുപോലെ തന്നെ കുറച്ച് ബട്ടൺസ് ഒക്കെ ഓറഞ്ച് കളറിൽ കൊടുത്തിട്ടുണ്ട്. അതായത് സൈഡ് കവർ വരുന്നതിൻ്റെ ആ സെയിം കളറിൽ തന്നെയുള്ള ഒരു ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു ഭംഗിയാണ് കാണുമ്പോൾ. എന്തായാലും നമുക്ക് ഇനി മുകളിലും താഴെയൊക്കെ ഉള്ളതിൻ്റെ സൈഡിലൊക്കെ ഉള്ള കണക്ഷൻസ് ഒക്കെ നോക്കാം. താഴെ വരുന്നത് AV ഔട്ട്, AV ഇന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് പോർട്ട് വരുന്നത് ഡൗൺ സൈഡിലാണ്.
മീറ്ററിന്റെ സൈഡിൽ പോർട്ടൊന്നും ഇല്ല, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടൊന്നും ഇല്ല. പിന്നെ മുകളിലാണ് വരുന്നത്, മുകളിലൊരു USB സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ HDMI ഔട്ട് ഉണ്ട്. പിന്നെ നമുക്ക് LNB കണക്ട് ചെയ്യാനുള്ള, അതായത് F കണക്ടർ അല്ലെങ്കിൽ ഐ ജോയിൻറ്റർ കണക്ട് ചെയ്യാനുള്ള ആ ഒരു ഐ കണക്ടർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർഷനാണ്. അതിലാണ് നമുക്ക് LNB കേബിൾ കണക്ട് ചെയ്യുന്നത്. എന്തായാലും വളരെ ഒരു ഫിനിഷിംഗ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, മീറ്റർ ചെയ്തിരിക്കുന്നത്. ഒരു റബ്ബറൈസ്ഡ് പോലത്തെ ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഒരു ബോഡി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മീറ്റർ കയ്യിൽ കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും താഴേക്ക് വഴുതി വീഴാനുള്ള ചാൻസ് കുറവാണ്, ഈ ഒരു ഗ്രിപ്പ് ഉള്ളതുകൊണ്ട്. എന്തായാലും മീറ്റർ നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. അതിൻ്റെ പവർ സ്വിച്ച് വരുന്നത് നമ്മുടെ സാധാരണ അതിൻ്റെ ബട്ടൺ ഒക്കെ വരുന്ന അതിൻ്റെ കൂടെ തന്നെയാണ് വരുന്നത്, അതായത് മെനു ബട്ടൺ ഒക്കെ വരുന്നതിൻ്റെ കൂടെ തന്നെയാണ് വരുന്നത്. DB മീറ്റർ ബൂട്ടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഹോം സ്ക്രീനാണ് വരുന്നത്. ഫൈൻഡ് ആ ഒരു ഹോം സ്ക്രീനാണ് ആദ്യം വരുന്നത്. പിന്നെ ഇൻസ്റ്റലേഷൻ ഉണ്ട്, സിസ്റ്റം, അങ്ങനെയുള്ള കുറച്ച് മെനൂസ് ഉണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഏതൊരു DB മീറ്ററിലെ പോലെ തന്നെ ഫൈൻഡിങ് എന്ന് പറഞ്ഞ മെനുവിൽ നമുക്ക് സാറ്റലൈറ്റ് ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. അതായത് സാറ്റലൈറ്റ് സെലക്ട് ചെയ്യണം, സി ബാൻഡ്, LNB ടൈപ്പ് അത് സിംഗിൾ ആയി കൊടുക്കണം, LNB ഫ്രീക്വൻസി 5150. അപ്പോൾ അങ്ങനെയുള്ള TP, സിബിൾ റേറ്റ്, പൊളാരിറ്റി, അതൊക്കെ തന്നെയാണ് ഒരു ഫൈൻഡിങ് മെനുവിൽ വരുന്നത്. നമുക്ക് വേറെ സാറ്റലൈറ്റ് ആഡ് ചെയ്യാനും TP ആഡ് ചെയ്യാനുള്ള മെനൂസ് ഒക്കെ വേറെ ഉണ്ട്, ഇൻസ്റ്റലേഷൻ മെനുവിലുണ്ട്. ഈ വീഡിയോ ജസ്റ്റ് ഒരു അൺബോക്സിങ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ആണ്. നമുക്ക് ഇതിൻ്റെ ട്രാക്കിംഗ് വീഡിയോസും ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അടുത്തടുത്ത വീഡിയോയിൽ ചെയ്യാം. എന്തായാലും ഞാൻ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞ മെനു എടുത്തു. അതിനകത്ത് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് സാറ്റലൈറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം, ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്തടുത്ത വീഡിയോയിൽ അതൊക്കെ കൂടുതൽ നോക്കാം, അതിൻ്റെ ഓപ്ഷൻസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അടുത്തായിട്ട് സിസ്റ്റം മെനു ഉണ്ട്, അതിനകത്ത് ലാംഗ്വേജ് സെറ്റിങ്സും ടൈം സെറ്റിങ്സ്, AV സെറ്റിങ്സ്, അങ്ങനെയുള്ള കുറച്ച് സെറ്റിങ്സ് മെനു ആണ്. അതിൻ്റെ അടുത്തായിട്ട് USB ഓപ്ഷൻ ഉണ്ട്, അതായത് നമുക്ക് മീഡിയ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇതിനകത്ത് അവർ പറയുന്നുണ്ട്, നമുക്കതുവരെ നോക്കാം. പിന്നെ ആംഗിൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ലോങ്ങിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ് അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ആംഗിൾ, അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ചാനൽ എന്ന് പറഞ്ഞൊരു മെനു ഉണ്ട്, അതായത് നമുക്ക് ട്യൂൺ ചെയ്ത ചാനൽസ് ഒക്കെ മാനേജ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ചാനൽ എന്ന് പറഞ്ഞ മെനുവിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ മോട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഡിഷിൻ്റെ മോട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അതിൻ്റെ അടുത്തായിട്ട് വരുന്നതാണ് സ്പെക്ട്രം ഫംഗ്ഷൻ വരുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, കാരണം നമുക്ക് ഏതൊരു സാറ്റലൈറ്റ് നമുക്ക് ട്രാക്ക് ചെയ്യണമെങ്കിലും അതിൻ്റെ 1-2 ട്രാൻസ്പോണ്ടർ, അതായത് ഒരു വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ട്രാൻസ്പോണ്ടറൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. പക്ഷെ അതില്ലാതെ തന്നെ നമുക്ക് ഈ സ്പെക്ട്രം ഓൺ ആക്കിയിട്ടിട്ട് നമുക്ക് ഡിഷ് അലൈൻമെന്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഗെയിൻ കൂടുതൽ കാണിക്കും നമുക്ക്. അതായത് നമ്മുടെ ഡിഷിൽ സാറ്റലൈറ്റിന്റെ സിഗ്നൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗെയിൻ കാണിക്കും. അപ്പോൾ നമുക്കത് ഈ ഒരു വീഡിയോ DB മീറ്റർ ആയതുകൊണ്ട് നമുക്ക് ആ ഗെയിൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കാവുന്നതാണ് ഏത് സാറ്റലൈറ്റാണ് കിട്ടിയെന്ന്. അപ്പോൾ ഈ സ്പെക്ട്രം ഫംഗ്ഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു സാറ്റലൈറ്റ് ഒക്കെ, അതായത് നമുക്ക് ഈ ലിങ്ക്സാറ്റ് വെബ്സൈറ്റിലൊക്കെ ഒന്നും അപ്ഡേറ്റ് ആകാത്ത, ഇപ്പോൾ ട്രാൻസ്പോണ്ടർ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക്സാറ്റ് വെബ്സൈറ്റിൽ നിന്നോ നെറ്റിൽ നിന്നൊക്കെ എടുക്കണം. അതെടുത്തതിന് ശേഷമാണ് നമ്മൾ മീറ്ററിൽ ആഡ് ചെയ്ത് ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് അപ്ഡേറ്റ് വരാത്ത ഏതെങ്കിലും പുതിയ സാറ്റലൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പെക്ട്രം ഇട്ടിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഫൈൻഡ് ചെയ്യാവുന്നതാണ്. കൂടുതലും സാറ്റലൈറ്റ് ട്രാക്കിങ് ഒരു ഹോബി ആയിട്ട് കൊണ്ടു നടക്കുന്നവരൊക്കെയാണ് ഇങ്ങനൊരു DB മീറ്റർ ഒക്കെ കൂടിയത്, ഹൈ എൻഡ് DB മീറ്റർ ഒക്കെ വാങ്ങിക്കുന്നതും ഇതുപോലുള്ള സ്പെക്ട്രം ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്ത് സാറ്റലൈറ്റ് ഒക്കെ ട്രാക്ക് ചെയ്യുന്നതും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.